എൻ പ്രശാന്ത് IAS എന്ന നട്ടലുള്ള ഒരു കളക്ടറെ 2 കൊല്ലമായിട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്കാണ് പിണറായി വിജയൻ സർക്കാർ. എന്താണ് തെറ്റ്? അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ എ ജയതിലക് അയാൾ ചെയ്തത് തെറ്റാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അത് നേരെ ചൊവ്വേ പറഞ്ഞിട്ട് അതങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ ജനങ്ങളെ അങ്ങോട്ട് അറിയിച്ചു, കടുത്ത ഭാഷയിൽ അങ്ങോട്ട് വിമർശിച്ചു. അങ്ങനെ പിണറായി വിജയൻ സർക്കാർ എൻ പ്രശാന്ത് IASനെ അങ്ങ് സസ്പെൻഡ് ചെയ്തു. എന്നാൽ സാധാരണ ഇതുപോലൊരു IAS ഓഫീസറെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ ആ നടപടികൾക്കെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് അല്ലെങ്കിൽ മറ്റു കോടതികളെ സമീപിച്ചിട്ട് സ്റ്റേ വാങ്ങാൻ സാധാരണ IASകാർ ശ്രമിക്കാറുണ്ട്. പക്ഷെ പ്രശാന്ത് ആ പണിക്കൊന്നും നിന്നില്ല. പ്രശാന്ത് സസ്പെൻഷൻ അനുഗ്രഹം എന്ന് കരുതിയിട്ട് മാറിയിരുന്നു. കാരണം അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള വകയൊക്കെ അദ്ദേഹത്തിനുണ്ട്. വലിയ ആഡംബരമൊന്നും ഇല്ലാത്തത് കൊണ്ട് കൈക്കൂലിന്റെ ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് ആരെ താങ്ങേണ്ട ആവശ്യമില്ല, താങ്ങാനിട്ട് പോകുന്നില്ല എന്ന് കരുതിയിട്ട് സസ്പെൻഷൻ എന്തായാലും എന്തെങ്കിലും ഈ സസ്പെൻഷൻ പിൻവലിക്കുമ്പോൾ ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന പണം ഉണ്ടല്ലോ, അതെല്ലാം കൂടി തിരിച്ചിങ്ങോട്ട് കിട്ടുമല്ലോ. ഇത് തെളിയിക്കണമല്ലോ, ഇദ്ദേഹത്തിന്റെ പേരുള്ള ആരോപണമൊക്കെ തെളിയിച്ചു വരണം. വെറുതെ അങ്ങ് സസ്പെൻഡ് ചെയ്യാൻ പറ്റൂലല്ലോ. തിരിച്ചെടുക്കുമ്പോൾ ഈ പറയുന്ന പണം മുഴുവൻ കൊടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പൊ കുരുങ്ങിയത് വി ഡി സതീശൻ കഴിഞ്ഞ 2 വർഷമായിട്ട് പിണറായി സർക്കാർ ചെയ്തിട്ടുള്ള ആ പാപത്തിന്റെ പരിഹാരം ഉണ്ടാക്കേണ്ടത് വി ഡി സതീശനാണ്. ഇതാണ് ഏറ്റവും വലിയ കഷ്ടം. 2 കൊല്ലമായിട്ട് ഈ പ്രശാന്തിന് കൊടുക്കുന്നത് കുറച്ച് ശമ്പളമേ ഉള്ളൂ. ബാക്കി ശമ്പളം ഇനിയിപ്പോൾ ഒരുമിച്ച് കൊടുക്കണം. തിരിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് ഇദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹത്തിന് ഒരു വലിയ അസറ്റാണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പ്രശാന്ത് അമ്മാരുള്ള പണിക്ക് പോകാതിരുന്നതും ഹർജിയും കൊണ്ട് പോകാതിരുന്നതും. അദ്ദേഹം പിന്നെ പുസ്തകം എഴുതി, ഒരു വിവരാവകാശത്തിന്റെ ഒരു പുസ്തകം എഴുതി ജനങ്ങളുമായി സംവദിച്ചു. അതായത് ഒരു സമൂഹത്തിൽ വലിയൊരു പേരുണ്ടാക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നടപ്പിലാക്കാനുമൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ പിണറായി വിചാരിച്ചതുപോലെ പ്രശാന്ത് ചെയ്തില്ല. എന്നാൽ പ്രശാന്ത് നിയമപരമായ നീക്കങ്ങൾ നടത്താത്തത് പിണറായിയെ സംബന്ധിച്ച് വലിയൊരു വിഷയമാകുകയും ചെയ്തു. അങ്ങനെയിട്ട് കളിപ്പിക്കാം, അങ്ങോട്ട് ചാടിക്കളിയുടെ കുഞ്ചിരാമ അല്ലെങ്കിൽ ഈ പൂച്ച എലിയിട്ട് കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കാമെന്നൊക്കെ കരുതിയത്. പക്ഷെ അങ്ങനെ കളിക്കാൻ നിന്നില്ല. പുറത്ത് സസ്പെൻഷനിൽ നിന്നുകൊണ്ട് ജയതിലകിനെയും പിണറായി വിജയനെയൊക്കെ വള്ളം നിറച്ച് കൊടുക്കുന്നതാണ് പിന്നീട് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു അവസ്ഥ. പ്രശാന്ത് ബുദ്ധിയുള്ള ആളാണ്. പ്രശാന്ത് തന്റെ മേലുദ്യോഗസ്ഥൻ ചെയ്തിട്ടുള്ള തെറ്റാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അങ്ങനെ വിളിച്ചു പറയുന്നത് ഒരു കീഴുദ്യോഗസ്ഥനായതുകൊണ്ട് അത് ചട്ടവിരുദ്ധമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രശാന്ത് കേന്ദ്ര ട്രൈബ്യൂണലിനെ സമീപിച്ചാൽ പ്രശാന്തിന് അനുകൂലമായ ഒരു വിധി വരൂല. അത് സത്യമാണ്. പ്രശാന്തിന് അനുകൂലമായിട്ടൊരു വിധി വരില്ല. സംഗതി ഏതാണ് ന്യായം, ഏതാണ് സത്യം എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ പ്രശാന്ത് ഇത്തരത്തിൽ ഒരു തൊട്ടുമുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ സൈക്കോപാത്ത് എന്നും ഒക്കെ വിളിച്ച്, മാനസിക രോഗി എന്നൊക്കെ വിളിച്ച് പരസ്യമായിട്ട് വിളിച്ചിട്ട് സർവീസ് ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനം നടത്തുമ്പോൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ചട്ടം ലംഘനം പ്രശാന്തിന് കൂടുതൽ ഗുരുതരമാകുകയുള്ളൂ. അത് പ്രശാന്തിന് നന്നായിട്ട് അറിയാം. അതിന്റെ അവസാനമാണ് ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് തൊട്ടു മുമ്പ് പുതിയ ഒരു അച്ചടക്ക നടപടി കൂടി കാണിച്ച് സസ്പെൻഷൻ നീട്ടാൻ വേണ്ടിയിട്ട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുമതി വരെ വാങ്ങാൻ ഉദ്യോഗസ്ഥ ലോബിക്ക് കഴിഞ്ഞത്. പക്ഷേ പ്രശാന്ത് ബുദ്ധിയുള്ളവനാ. പ്രശാന്ത് കോടതിയിൽ പോയി സമയം കളയാതെ മാറി നിന്നതിന് പിന്നിൽ സംസ്ഥാനത്ത് ഈ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാന്നുള്ളതാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനായി. അതായത് ഇനി ഒരു ഇടതുപക്ഷ ഭരണം ഇവിടെ ഉണ്ടാവില്ല. അവസാന CPM സർക്കാരാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭരണമാറ്റം ഉണ്ടായാൽ തനിക്കെതിരെയുള്ള പ്രതികാര നടപടികളൊക്കെ അവസാനിക്കും. അതൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടൽ പ്രശാന്തിന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇപ്പോൾ സസ്പെൻഷൻ പിൻവലിക്കുന്ന ഈ വാർത്ത വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് തന്നെ പ്രശാന്തിന്റെ ആ ഒരു ചിന്ത കർണിങ് ആയിരുന്നു, അത് കറക്റ്റ് ആയിരുന്നു എന്നുള്ളത്. സംസ്ഥാനത്തുണ്ടായിട്ട ഭരണമാറ്റവും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി UDF സർക്കാർ അധികാരമേറ്റതുമാണ് ഇപ്പോൾ കാര്യങ്ങൾ പ്രശാന്തിന് അനുകൂലമാക്കിയത്. അദ്ദേഹം ചിന്തിച്ച വഴിക്ക് കാര്യങ്ങൾ എത്തിയത്. മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള പ്രതികാര ബുദ്ധിയോടെയുള്ള സസ്പെൻഷനുകൾ പുനഃപരിശോധിക്കാൻ പുതിയ ഭരണകൂടം തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെ. ഈ കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരുടെ കടുത്ത ക്ഷാമമുണ്ട്. അതുകൂടി കണക്കിലെടുത്തിട്ട് എൻ പ്രശാന്ത്, ഡോക്ടർ ബി അശോകും ഇതുപോലെ തന്നെ ഉള്ളത് വിളിച്ചു പറഞ്ഞതിന് അതൊരു പക്ഷേ പ്രശാന്തിനെ പോലെയുമല്ല, പച്ചയ്ക്ക് ചാനലിൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ഇരുന്ന് സംസാരിക്കുന്ന കാണുകയാണ് ചെയ്തത്. ഏതായാലും അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഓർഡറുകൾ പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫയലിൽ ഒപ്പുവെച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. നിയമ പോരാട്ടത്തിലൂടെ അല്ല എന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായ മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ടുള്ള പ്രശാന്തിന്റെ തന്ത്രപരമായിട്ടുള്ള ഒരു കാത്തിരിപ്പ്, ആ കാത്തിരിപ്പാണ് അദ്ദേഹത്തെ വീണ്ടും സർവീസിന്റെ തലപ്പത്തേക്ക്, സിവിൽ സർവീസിന്റെ തലപ്പത്തേക്ക് വീണ്ടും തിരിച്ചെത്തിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ബുദ്ധിയുള്ള, അതായത് വെറുതെ സംഘർഷമുണ്ടാക്കി തല്ലുണ്ടാക്കി അതിൽ വിജയിക്കുന്നവരല്ല. ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ബുദ്ധിപൂർവ്വം പരിഹാരം ഉണ്ടാക്കി എന്നാൽ തങ്ങൾക്കൊരു നഷ്ടവും സംഭവിക്കാതെ കാര്യങ്ങൾ പരിഹരിക്കുന്നവർ തന്നെയാണ് സിവിൽ സർവീസിൽ വേണ്ടത്. ഇവിടെ പ്രശാന്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. 2 വർഷമായി ഈ കളക്ടർ പ്രശാന്ത് സസ്പെൻഷനിലാണ്. അദ്ദേഹത്തിന് കോടതിയിലോ അല്ലെങ്കിൽ ട്രൈബ്യൂണലിലോ പോയി കഴിഞ്ഞാലും രക്ഷയില്ല.
അദ്ദേഹം മിണ്ടാതെ നിന്നു. ഇപ്പൊ നോക്കൂ, 2 വർഷത്തെ ആ സാലറിയുടെ ബാക്കി ഈ VD സതീശൻ സർക്കാർ ഒരുമിച്ച് പ്രശാന്തിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അവരവസ്ഥ എത്തിയില്ലേ? ആരാണ് ഇവിടെ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെയാണ് കുറച്ച് തല വേണമെന്ന് പറയുന്നത്. പ്രശാന്തിന് ആ തലയുണ്ടായിരുന്നു. പ്രശാന്തിന്റെ ആ തലയുടെ പകുതിയെങ്കിലും പിണറായിക്ക് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ പിണറായി ഇങ്ങനെ പ്രശാന്തിന് മുന്നിൽ തല വെച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. Different angles. Don't forget to subscribe and support this channel.